ഹായ് മാനിഫെസ്റ്റേഴ്സ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ? ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാരേജ് ആയിരിക്കാം. അത് നിങ്ങളെ മെൻ്റലി ഓർ ഫിസിക്കലി അബ്യൂസ് ചെയ്തൊരു വ്യക്തിയോടൊപ്പം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ നെഗറ്റീവ് തോട്ട്സിലാണോ നിങ്ങൾ? ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ശ്രദ്ധിച്ചു കാണുക. ഹൗ ടു ഹീൽ യുവർ സെൽഫ് ആഫ്റ്റർ ടോക്സിക് റിലേഷൻഷിപ്പ്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നോർമൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്ലറിഷിങ് ആയിരിക്കും, അതൊരു ലവിങ് ആയിരിക്കും, ഒരു കെയറിങ് ആയിരിക്കും. അത് രണ്ട് വ്യക്തികളും തമ്മിൽ വളരെയധികം റെസ്പെക്റ്റോട് കൂടി, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി തന്നെ രണ്ടുപേരെയും എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് രണ്ടുപേരെയും ഒരേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഒരു നോർമൽ ലവിങ് റിലേഷൻഷിപ്പ്. എന്ന് വെച്ച് ആ റിലേഷൻഷിപ്പിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലെന്നോ, തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നോ എന്നല്ല. അതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ളതാണ് ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷേ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ വ്യക്തികൾ ഒന്നുകിൽ നാർസിസ്റ്റിക് ആയിരിക്കും, എന്ന് വെച്ചാൽ നിങ്ങളെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉപദ്രവിച്ചുകൊണ്ട് അവരതിൽ സന്തോഷം കണ്ടെത്തുന്നതായിരിക്കും. നിങ്ങൾ എപ്പോഴും അവരുടെ അണ്ടറിലായിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഒരിക്കലും പുറത്ത് ഇൻഡിപെൻഡൻ്റ് ആവാതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രദ്ധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു പോകാതിരിക്കാനായിട്ട് നിങ്ങൾ എപ്പം അതിൽ നിന്ന് പുറത്തു പോകും എന്ന് അവർക്ക് മനസ്സിലാകുന്നു. ആ ഒരു സമയത്ത് ഭയങ്കര സ്നേഹം പ്രകടിപ്പിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാത്തൊരു രീതിയിലേക്ക് പോവുകയും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ ഗിവപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെയും ഭയങ്കര ഒരു സ്നേഹം പ്രകടിപ്പിക്കുകയും കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും ദ സെയിം പാറ്റേൺ. അതാണൊരു ടോക്സിക് റിലേഷൻഷിപ്പ്. ഇതിൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കപ്പെടുന്ന ഒരുപാട് പേര് കാണും. അതേപോലെ തന്നെ ചിലരെ മാനസികമായിട്ടായിരിക്കും ഉപദ്രവിക്കുന്നത്. എങ്ങനെയായാലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് എപ്പോൾ തോന്നുന്നുവോ അതിൽ നിന്നും പുറത്തു കിടക്കുക. നിങ്ങൾ സമൂഹത്തിനെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ചിന്തിക്കാതെ നിങ്ങൾക്ക് ശാരീരികമായിട്ട് ഉപദ്രവം ഉണ്ടാകുന്നു, മാനസികമായിട്ട് ഉപദ്രവം ഉണ്ടാകുന്നു എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു വരിക. അതിനായിട്ട് വേണ്ടുന്ന ഒപ്പീനിയൻ സീക്ക് ചെയ്യുക, അതിനായിട്ട് വേണ്ടുന്ന ഹെൽപ്പ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് അറിയിച്ചുകൊണ്ട് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ കടന്നുപോയി അതിൽ നിന്നും പുറത്തു വന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങളെ മെൻ്റലി ഫിസിക്കലി അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എപ്പോഴും കണ്ടുവരുന്നൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് ആളുകൾ കടന്നു പോകുന്നതാണ്. അതിന് കാരണം അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ടിൽ ജീവിച്ചിട്ട് ഒറ്റപ്പെടുമ്പോഴത്തേക്ക് അവർക്ക് ഒരാളുടെ കൂട്ട് ആവശ്യമായി വരികയും പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെയധികം തെറ്റായ കാര്യമാണ്. കാരണം ആദ്യത്തെ റിലേഷൻഷിപ്പിൻ്റെ നിങ്ങൾക്കുണ്ടായ എല്ലാ അനുഭവങ്ങളെയും ഹീൽ ചെയ്യാതെ നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അതെപ്പോഴും ഒരു റോങ് പാത്തായിരിക്കും, അല്ലെങ്കിൽ റോങ് പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റോങ് റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ അതേ പാറ്റേണിലുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും നിങ്ങൾക്ക് പിന്നെയും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ വാച്ച് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഹീൽ ആവുന്നത് വരെ പുതിയൊരു റിലേഷൻഷിപ്പിൽ എൻഗേജ് ആകാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ മുറിവ് ഉണങ്ങുന്നത് വരെ കാത്തിരിക്കും, അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവ് ഉണങ്ങുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന് നിങ്ങളെ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ലൈഫായിരിക്കും മുന്നോട്ട് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പുതിയൊരു റിലേഷൻഷിപ്പിൽ പോയി ചാടാതിരിക്കുക. സെക്കൻഡ്, ഹീലിംഗ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് ആദ്യമായിട്ട് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ഡെയിലി ഫൊഗീവ്നെസ്, അതേപോലെ ഹോപ്പനോപ്പനോ പ്രയർ പ്രാക്ടീസ് ചെയ്യുക. ഫൊഗീവ് ചെയ്യുക. ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കാൻ ശ്രമിക്കുക. ക്ഷമിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം അത്രയ്ക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങളെ വേദനിപ്പിച്ചൊരു വ്യക്തിയുടെ അടുത്ത് ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നറിയാം. പക്ഷേ ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഹീൽ ചെയ്യപ്പെടുവാനും പുതിയ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട്
ആ വ്യക്തിയോട് നിങ്ങൾ മനസ്സുകൊണ്ട് ക്ഷമിക്കുക. അതേപോലെ ആ വ്യക്തിയിലേക്ക് ശപിക്കുന്നതിന് പകരം ബ്ലെസ്സിങ്സ് അയക്കുക. അതായത് എന്നോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കട്ടെ, നല്ല രീതിയിൽ നന്നായി വരട്ടെ എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഫോർഗീവ് ചെയ്യുക. ഹോപ്പനൊപ്പനോ പ്രയറും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങളിങ്ങനെ ഡെയിലി ചെയ്യുമ്പം സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാകും നിങ്ങൾ ഹീലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ വ്യക്തിയോട് ഫോർഗീവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മെമ്മറിയിൽ നിന്നും ആ വ്യക്തി ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിച്ചിട്ടുള്ള കാര്യങ്ങൾ പതിയെ പതിയെ സബ് കോൺഷ്യസ് മൈൻഡ് ഇറേസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് മാക്സിമം സ്പെൻഡ് ടൈം വിത്ത് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യുക. ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഡാൻസ് ചെയ്യുക, ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക, പെറ്റ്സ് ഉണ്ടെങ്കിൽ അതുമായി ടൈം സ്പെൻഡ് ചെയ്യുക, കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ് ആകുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ പഠിത്തത്തിലേക്ക് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടാതിരിക്കാനുള്ള ചാൻസസ് കൂടും. എന്നുവെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിടും. അപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും കടന്നു വന്നവർ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, നിങ്ങൾ ഹീലാകുന്നത് വരെ പുതിയൊരു റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടാതിരിക്കുക. നിങ്ങൾ ഹീലായെന്നത് നിങ്ങൾക്ക് തനിയെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തകളുടെ പാറ്റേൺ മാറുന്നതും നിങ്ങളുടെ പഴയകാല അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നതായിരിക്കും. ചിലർക്കത് പതിയെ ഇല്ലാതെ തന്നെയാകും, ഫുള്ളി റേസ് ആയി പോകുന്നവരുമുണ്ട്. അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹീലായെന്നാണ് അർത്ഥം. അങ്ങനെ ഹീലായതിനു ശേഷം മാത്രം പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു നല്ലൊരു ലൈഫ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഹീലായിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എന്നും നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പിട്ട് നല്ലൊരു ലവിങ് ഹാപ്പി റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് അതിനെ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. ഉറപ്പായും നിങ്ങൾക്ക് നാളെ നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതം ഇന്ന് കഷ്ടതകൾ അനുഭവിച്ചുവെങ്കിൽ ഉറപ്പാണ് നാളെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിലായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ തല ഉയർത്തപ്പെട്ട് തന്നെ നടക്കുന്നതായിരിക്കും. ഒരിക്കലും വിഷമിക്കരുത്, ഒരു നെഗറ്റീവ് ഡിസിഷൻസും എടുക്കരുത് ലൈഫിൽ. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ കുറിച്ച് ആലോചിക്കുക. എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണുള്ളതെന്ന് അറിയുക. ഈ പ്രപഞ്ചം തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണുള്ളതെന്ന് അറിയുക. ഗിവപ്പ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഇത്രയും നാൾ വരെ ജീവിച്ചതിന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഗിവപ്പ് ചെയ്യരുത്. അങ്ങനെയുള്ളവരൊരു ഫെയിലർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഗിവപ്പ് ചെയ്യാതെ മുന്നോട്ട് നേരിട്ട് എന്ത് വന്നാലും അതിനെ നേരിടാനുള്ള ശക്തിയോടുകൂടി മുന്നോട്ട് പോവുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ.